ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പൂവട ഉണ്ടാക്കുക കേട്ടോ. സാധാ പൂവടയിലെ പൊരിച്ച പൂവട കേട്ടോ. നമ്മൾ സാധാ ആവിയിലിട്ട് ഉണ്ടാക്കുന്ന പൂവടനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ പൊരിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ. എല്ലാതും പ്രസ് ചെയ്താണ് എടുക്കണേ. അതേപോലെ ഗോതമ്പ് പൊടിയിൽ കൂടി ഒന്ന് ഒപ്പിയെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ഒന്നിച്ച് ഒട്ടിപ്പിടിക്കുന്നു വിചാരിച്ചിട്ട്. അതിൽ പിന്നെ ഫില്ല് ചെയ്യുന്നത് തേങ്ങയും പഞ്ചസാര കൂടിയാണ്. ഇത് ഞാനല്ല ചെയ്യുന്നത്, താത്തയാണ്. ഓള് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുമോ. എല്ലാതും ഒരേ രൂപത്തിൽ തന്നെ കിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ പിന്നെ അത്രയ്ക്ക് ക്ഷമയും കാര്യങ്ങളൊന്നുമില്ല. ഓള് പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് റഫ് ബുക്കിൽ എഴുതിയിട്ട് വീട്ടിൽ വന്നുകൊണ്ട് നോട്ട് ബുക്കിൽ എഴുതുന്ന അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. എനിക്കൊക്കെ ലാസ്റ്റിങ്ങൊക്കെ പിന്നെ നോട്ടും റഫൊക്കെ ഒന്നെന്നേക്കാരും. അങ്ങനെ നോട്ട് ചെയ്താൽ റഫ് ചെയ്താന്ന് എനിക്ക് തന്നെ കറക്റ്റായിട്ട് പറയാനറിയില്ല. കൂടാതെ ഒരു ഫാഷൻ ഡിസൈനറും കൂടിയാണ് കേട്ടോ. ഓള് രാത്രിയൊക്കെ ഉറക്കൊഴിച്ച് കണ്ടൊക്കെ ആദ്യമൊക്കെ ഇങ്ങനെ തുന്നിയൊക്കെ കുത്തിറക്കും. എന്നിട്ട് രാവിലെ നോക്കുമ്പോൾ ഒക്കെ അത് വിചാരിച്ച അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവില്ല. നമുക്ക് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നും. ഓള് വിചാരിച്ച പോലെ ആയിട്ടില്ലെങ്കിൽ ഓള് അതാണ് വലിച്ചനെ കീറി അപ്പം തന്നെ ഇട്ടിട്ട് ഫസ്റ്റിങ്ങനെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ മേടിച്ചിടുന്ന കണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു പ്രത്യേക തരം സ്വഭാവം കൂടിയും ഒക്കെയുണ്ട്. പൂവടയ്ക്ക് ആയിട്ടുണ്ട്. ഉമ്മ എല്ലാതും പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പൊരിഞ്ഞിട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്.